വരാപ്പുഴ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ അടിയന്തര യോഗവും ഇന്ന് ചേരും. വിശദവിവരങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നു. ശ്യാംപ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ വിശദ വിവരങ്ങൾ അന്വേഷിക്കാനായി തീരുമാനിക്കാനായി ഇന്ന് യോഗം എപ്പോഴാണ് ഉണ്ടാവുക? ഇത് ഫാക്ടറികളിൽ നിന്നും രാസപദാർത്ഥങ്ങൾ ഒഴുക്കിവിട്ടത് തന്നെയാണ് ഇതിന് കാരണം എന്ന ഒരു സ്ഥിരീകരണം ഇതിലുണ്ടായിട്ടുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് കോടികളുടെ നഷ്ടം എന്നാണ് നിലവിൽ ഫിഷറീസ് വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് എണ്ണ തിട്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അപ്പോഴും ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടർ സംബന്ധിച്ച് ഒരു ഉത്തരവിട്ടത് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ കമ്മിറ്റി ഇന്ന് ഈ മീനുകൾ ചത്തുപൊങ്ങിയ ഇടത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വരാപ്പുഴയിൽ പഞ്ചായത്ത് അധികൃതരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഒരു അടിയന്തര യോഗമാണ്. ഇത് സംബന്ധിച്ച കണക്കും കാര്യങ്ങളും തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ പെരിയാറ്, നമ്മളിപ്പോൾ കാണുന്ന ഈ പുഴ ഇപ്പോൾ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ് ഈ പുഴയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മലിനജലമായിരുന്നു, വിഷജലമായിരുന്നു. ആ വിഷജലം ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്ക് തൊട്ടിപ്പുറത്ത് കാണാം, പാതാളം ഓവർകം ബ്രിഡ്ജാണിത്. ഇവിടെയാണ് ഈ 3 ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നതാണ്. ഈ മലിനജലം ഇങ്ങോട്ടേക്ക് ഒഴുകിയതും ഈ വലിയ തോതിൽ ഈ ജലം ഒഴുകി മീനുകൾ ചത്തുപൊങ്ങിയതും ഇപ്പോൾ ഈ പെരിയാർ സംരക്ഷണ സമിതിയും ജനജാഗ്രത സമിതിയുടെയും ബന്ധപ്പെട്ട ആളുകളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, നമ്മൾ നിരന്തരം 10-30 വർഷമായി നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എറണാകുളം പട്ടണത്തിലെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഉള്ള ഈ കെമിക്കൽ വ്യവസായശാലകൾ, ക്രിമിനൽ വ്യവസായശാലകളും ഇവിടുത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡും ഒത്തുചേർന്നുകൊണ്ടിട്ടുള്ള പരിപാടിയാണത്. അവരെന്താ ചെയ്യുന്നത്? ഷട്ടർ തുറക്കുന്ന ഒരു സമയം വിളിച്ചു പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ട് അവർ മാലിന്യ പുഴയിലേക്ക് കൊടുക്കും. എന്നിട്ട് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല മഴയുണ്ടാവും എന്ന് കണക്കൂട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ തിങ്കളാഴ്ച രാവിലെ മുതൽ നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ ബണ്ടിന് മുകളിൽ മീനുകൾ ചത്തുപൊങ്ങി എന്നുള്ളതാണ്. രാവിലെ മുതൽ ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഷട്ടർ തുറന്നതിൻ്റെ പേരിൽ ഉപ്പുവെള്ളവും നല്ല വെള്ളവും കൂടി ചേർന്നിട്ടാണ് മീൻ ചാകുന്നതെന്നാണ് പറഞ്ഞത്. ഉപ്പുവെള്ളം നല്ല വെള്ളവും കൂടി ചേർന്ന് ഓക്സിജൻ ഇല്ലാതാവും എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളുടെ ഒരു പ്രശ്നം. ഇത് മാത്രമല്ല, ഇത് തന്നെയാണ് സർക്കാരും പറയുന്നത്. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്നേ വരെ വ്യവസായശാലകളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുമ്പ് മീൻ ചത്തുപൊങ്ങിയത് കൊട്ടവഞ്ചിക്കാർ മീൻ വലയിട്ടിട്ട് മണ്ണിനടിയിൽ ഇളക്കമുണ്ടായി മീൻ ചത്തു എന്നാണ് ഇവർ പറയുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം. നടപടി എടുക്കേണ്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെയാണ്. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യവസായശാലയിൽ നിന്നാണ് മാലിന്യം വന്നത് എന്ന് പറഞ്ഞാൽ ആ വ്യവസായശാലക്കാർ നടപടി എടുക്കേണ്ടി വരും. ഏത് വ്യവസായശാലയാണെന്ന് കണ്ടെത്തേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗത്താണ് ഉപ്പുവെള്ളവും നല്ല വെള്ളവും കൂടി ചേർന്നിട്ടാണ് മീൻ ചത്തത് എന്ന് പറയുന്നത്.